ഇതിൻ്റെ പേര് ഹോസ്റ്റൽ സിങ്ക് എന്നാണ്. ജസ്റ്റ് ഗൂഗിൾ എടുക്കുക, ഹോസ്റ്റൽ സിങ്ക് എന്ന് ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ ഫസ്റ്റ് തന്നെ ലിങ്ക് കിട്ടും. hostelsync.com എന്ന് പറഞ്ഞുകൊണ്ട് ഡിജിറ്റൽ ഹോസ്റ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കിടക്കുന്നത്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് കയറാൻ പറ്റും. ജസ്റ്റ് അതിൽ കയറിയിട്ട് ടോപ്പ് റൈറ്റ് സൈഡിൽ ലോഗിൻ ടു ഡാഷ്ബോർഡ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കയറാൻ പറ്റും. ഈ ഒരു ഇൻ്റർഫേസിൽ നിന്ന് നമുക്ക് സൈൻ ഇൻ വിത്ത് ഗൂഗിൾ കൊടുക്കാം. ഇവിടുന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ഇത് നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഡാഷ്ബോർഡ്, അതായത് നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും, ടോട്ടൽ എത്ര ഹോസ്റ്റലുണ്ടെന്ന്, അവിടെ എത്ര പേര് താമസിക്കുന്നുണ്ട്, ഒക്യുപ്പൻസി റേറ്റ്, മന്ത്ലി റവന്യൂ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഇവിടെ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഓൾറെഡി ഇവിടെ 2 ഹോസ്റ്റൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതല്ലാതെ പുതിയതായിട്ടൊരു ഹോസ്റ്റൽ ആഡ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഫ്രഷ് ആയിട്ടൊരു പേജിലേക്ക് കയറുമ്പോൾ എങ്ങനെ ഒരു ഹോസ്റ്റൽ ആഡ് ചെയ്യുന്നതും അതിനകത്ത് ഫ്ലോർ മാനേജ് ചെയ്യുന്നതും പിന്നീട് ഒരു ഒക്യുപ്പൻസിനെ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ കയറി കഴിയുമ്പോഴത്തേക്ക് ആഡ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞ റൈറ്റ് സൈഡിൽ ഒരു ബട്ടൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഹോസ്റ്റലിൻ്റെ ഒരു പേര് കൊടുക്കാം. ഇവിടെ നമ്മുടെ ഹോസ്റ്റലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ഹോസ്റ്റലിൻ്റെ പേര്, അഡ്രസ്സ്, പിന്നെ ലാൻഡ്മാർക്ക്. എന്നിട്ട് ക്രിയേറ്റ് ഹോസ്റ്റൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്റ്റൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അറിയണമെങ്കിൽ ഈ ഡാഷ്ബോർഡിൽ പോയി കഴിഞ്ഞാൽ ഓൾറെഡി ഞാൻ 2 ഹോസ്റ്റലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 3 ഹോസ്റ്റൽ ആക്ടിവേറ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇവിടെ ടോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഹോസ്റ്റലിൻ്റെ പേജിലേക്ക് പോകാൻ പറ്റും. ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഹോസ്റ്റൽ, ആ ഹോസ്റ്റൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നിലവിലുള്ള ഹോസ്റ്റൽ ഏതാണോ അതിനകത്തായിരിക്കും നിൽക്കുന്നത്. ഇവിടുന്ന് നമുക്ക് ഇനി എത്ര ഫ്ലോർ ഉണ്ടെന്നും എത്ര റൂം ഉണ്ടെന്നും ആഡ് ചെയ്യാം. അതിനായിട്ട് മാനേജ് റൂംസ് എന്നും പറഞ്ഞ് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഹോസ്റ്റലിൽ എത്ര ഫ്ലോർ ഉണ്ടെന്ന് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. ആഡ് ഫ്ലോർ കൊടുത്തു കഴിഞ്ഞാൽ 3 ഫ്ലോറുള്ള ഒരു ഹോസ്റ്റലാണെങ്കിൽ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ, നമ്മളിപ്പോൾ ഹോസ്റ്റലിലെ 3 ഫ്ലോറുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ. ഇനി ആ ഫ്ലോർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമുക്ക് റൂംസ് ആഡ് ചെയ്യാൻ പറ്റും. ആഡ് റൂംസ് കൊടുത്തു കഴിഞ്ഞാൽ റൂംസ് ആഡ് ചെയ്യാം. ഇതിനകത്ത് റൂമിൻ്റെ റൂം നമ്പർ അല്ലെങ്കിൽ റൂം നെയിം ഇവിടെ കൊടുക്കാം. റൂം ടൈപ്പ്, എന്ത് ടൈപ്പ് റൂമാണ്, നോർമലാണോ അല്ലെങ്കിൽ ഡോർമെട്രി ആണോ, അത് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ എത്ര ബെഡ് സ്പേസ് ഉണ്ടെന്ന് ആഡ് ചെയ്യാം. ആ ബെഡ് സ്പേസ് ഉള്ള റൂമിൻ്റെ റെൻ്റ് എത്ര ആണോ അത് ആഡ് ചെയ്യാം. ഇപ്പോൾ ബാത്റൂം അറ്റാച്ച്ഡ് ആണെങ്കിൽ അത് നമുക്ക് ഇവിടെ ചെക്ക് ബോക്സ് ടിക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റൂം നമ്പർ ആഡ് ചെയ്ത് കാര്യം, റൂം നമ്പർ 1 നോർമൽ, ബെഡ് സ്പേസ് 4 ബെഡ് സ്പേസ് കൊടുത്തിട്ട് റെൻ്റ് എത്ര ആണോ റെൻ്റ് ഇവിടെ ആഡ് ചെയ്യാം. ഇതുപോലെ നമുക്ക് എത്ര റൂമുണ്ട് ഓരോ ഫ്ലോറിലും അതേപോലെ റൂം നമുക്ക് ആഡ് ചെയ്തിടാം. ഇവിടെ ഓരോ ഫ്ലോറിലും ഇപ്പോൾ 2 റൂം വെച്ച് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എത്രയാണോ റൂംസ് ഉള്ളത് അത്രയും നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ഓരോ ഫ്ലോറിൽ 2 റൂം വെച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഓരോ റൂമിലേക്കും നമുക്കൊരു ഒക്യുപ്പൻറ്റിനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒക്യുപ്പൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആഡ് ഒക്യുപ്പൻറ്റ് കൊടുക്കുക. ആഡ് ഒക്യുപ്പൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ID പ്രൂഫ് ഫ്രണ്ട്, ID പ്രൂഫ് ബാക്ക് എന്നും പറഞ്ഞ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മൊബൈൽ ഫോണിൽ നിന്നോ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ നിന്നോ ഒരു ഫയൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ID പ്രൂഫ് ആധാറാണോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് ആണോ, അത് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡാറ്റ ഫെച്ച് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ഡീറ്റെയിൽസ് ഫില്ലാവും. അതല്ലെങ്കിൽ നമുക്ക് മാനുവലി ഡാറ്റ ആഡ് ചെയ്ത് കൊടുക്കാം. ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവിടെ റൂം അലോക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ സെലക്ട് ഫ്ലോർ, ഏത് ഫ്ലോറിലേക്കാണ് ആളിനെ അലോക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫസ്റ്റ് ഫ്ലോറിൽ ഏതൊക്കെ റൂംസ് ഉണ്ടെന്നുള്ളത് ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കും. അവിടെ നമ്മൾ 2 റൂമാണ് ഓൾറെഡി കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് ആ 2 റൂമിൽ ഏത് റൂമാണോ, റൂം നമ്പർ 1-ലാണോ 2-ലാണോ, ഇപ്പോൾ 2-ലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ നിലവിൽ അവിടെ ആളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് 2 ബെഡ് സ്പേസ് അവൈലബിൾ എന്ന് കാണിക്കുന്നത്. അവിടെ ആളുണ്ടെങ്കിൽ ഇപ്പോൾ വേക്കൻ്റ് ആയിട്ടുള്ള എത്ര സ്പേസ് ആണോ അത് ഇവിടെ അറിയാൻ പറ്റും. ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എത്രയാണോ റെൻറ്റ് അതിവിടെ കാണിക്കും. പിന്നെ നമുക്ക് അഡ്വാൻസ് എമൗണ്ട് എന്തെങ്കിലും പേ ചെയ്യുന്നുണ്ടെങ്കിൽ അഡ്വാൻസ് എമൗണ്ട് ഇവിടെ കൊടുക്കാം. അല്ലെങ്കിൽ അവിടെ 0 ഇട്ട് കൊടുത്തിട്ട് ജോയിനിങ് ഡേറ്റ് എന്നാണോ ആ ജോയിനിങ് ഡേറ്റ് നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് ആഡ് ചെയ്യാം. പിന്നെ ആളിൻ്റെ ഫോട്ടോ നമുക്ക് ലൈവ് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഡ്രൈവിൽ ഫയൽ ഉണ്ടെങ്കിൽ ആ ഫയൽ അപ്ലോഡ് ചെയ്താൽ മതി. ഇവിടുന്ന് ആഡ് ഒക്യുപ്പൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആളുടെ ഡീറ്റെയിൽസ് നമ്മുടെ റൂമിലേക്ക് അലോക്കേറ്റ് ആയി കഴിയും. പിന്നെ അത് കഴിഞ്ഞിട്ട് മാനേജ് റൂംസ് എടുത്ത് നോക്കി കഴിയുമ്പോൾ
ഇതിനകത്തേക്ക് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ആളിനെ ആഡ് ചെയ്തത്. ആ റൂം എടുത്ത് നോക്കുമ്പോൾ ഈ റൂം നമ്പർ 2 ഒരു ബെഡ് സ്പേസിൻ്റെ അവിടെ ഒരാൾ ഓൾറെഡി ആയിക്കഴിഞ്ഞു. അത് സെലക്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരാളുടെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും. അതല്ലാതെ തന്നെ നമ്മളിപ്പം അവിടെ താമസിക്കുന്നവരുടെ ഡീറ്റെയിൽ അറിയാനായിട്ട് ഒക്യുപ്പൻസ് എടുക്കുക. അവിടെ ഇപ്പോൾ നമ്മൾ നിലവിൽ ഒരാളുടെ ഡീറ്റെയിൽ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അതല്ലെങ്കിൽ നമുക്കിവിടെ സെർച്ച് ചെയ്താൽ മതി, ആളുടെ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. ഇപ്പം ഒരാളുടെ ഡീറ്റെയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഒരെണ്ണം കാണിക്കുന്നത്. അവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ആളുടെ ഫോട്ടോസ്, ID പ്രൂഫ്, പിന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, റെൻറ്റ്, കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അറിയാൻ പറ്റും. ഇനി നമ്മൾ റെൻറ്റ് ട്രാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ റെൻറ്റ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ സെലക്ട് ചെയ്യുക. ഇതിനകത്ത് നമ്മൾ ഒരാളെ ആഡ് ചെയ്തിട്ടുള്ളൂ. അതിനകത്ത് ആൾ റെൻറ്റ് പേ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഇവിടെ അറിയാൻ പറ്റും. ഇപ്പോൾ ഓൾറെഡി റെൻറ്റ് പേ ചെയ്തിട്ടില്ല, അതിനകത്ത് ഡീറ്റെയിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല. ആൾ റെൻറ്റ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ മാർക്ക് പെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് മോഡിലാണോ നമുക്ക് പൈസ അടച്ചിട്ടുള്ളത് അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ക്യാഷ് ആണെങ്കിൽ ക്യാഷ് കൊടുക്കാം, UPI പേയ്മെൻ്റ് ആണെങ്കിൽ UPI പേയ്മെൻറ്റ് കൊടുക്കാം. ഇവിടെ ക്യാഷ് കൊടുത്തു കഴിഞ്ഞിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ ഡീറ്റെയിൽ മാറിക്കഴിഞ്ഞ് പെയ്ഡ് എന്നും പറഞ്ഞറിയാൻ പറ്റും. നമുക്ക് ഇവിടെ ബൾക്കായിട്ട് ആളുകളുടെ ലിസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കും ടോട്ടൽ എത്ര പേര് റെൻറ്റ് തരാനുണ്ട്, എത്ര പെൻഡിങ് ഉണ്ട്, എത്ര പെയ്ഡ് ആണെന്ന് അറിയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളിവിടെ ഡാഷ്ബോർഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഓവറോൾ ഉള്ള ഹോസ്റ്റലിൻ്റെ ആണ് റവന്യൂ കാണിക്കുന്നത്. ടോട്ടൽ ഇപ്പോൾ 11,000 രൂപയാണ് നമുക്ക് മന്ത്ലി റവന്യൂ, എത്ര ഒക്യുപ്പൻസ് ഉണ്ടെന്നുള്ളത് കാണിക്കുന്നത്. അത് മാറ്റിയിട്ട് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്ത ഹോസ്റ്റലിനെ മാത്രം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അവിടെ താമസിക്കുന്ന ഒരാളേ ഉള്ളൂ. ആ ഒരാളാണ് ഇപ്പോൾ നിലവിലുള്ളത്. പിന്നെ 5,000 രൂപയാണ് റെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഓൾറെഡി പെയ്ഡ് ആണ്. അതാണ് അവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ ഈ ഡാഷ്ബോർഡിൽ നമുക്ക് അറിയാൻ പറ്റും.